ഹായ് നമസ്കാരം. അപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും ടോവിനോ തോമസ് അഭിനയിച്ച പടം റിലീസായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 9 ഫെബ്രുവരിയാണ് റിലീസായിട്ടുള്ളത്. ഡാർവിൻ കുര്യാക്കോസ് ആണ് അതിൻ്റെ സംവിധായകൻ. അതേപോലെ എഴുതിയിരിക്കുന്നത് ജോൺ എന്ന് പറയുന്ന ആളാണ്. നമ്മൾ പടം കണ്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആഹ് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളെ ഈ സിനിമ തീരരുത്, ഇപ്പോൾ തീരും അല്ലെങ്കിൽ തീരരുത്, കുറച്ചും കൂടി വേണമെന്ന് ആഗ്രഹിച്ച, അതായത് ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. കാരണങ്ങൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോവിനോ തോമസും പിന്നെ അതുപോലെ തന്നെ ആ പടത്തിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡയറക്ടർ അപ്രോച്ച് ചെയ്തിട്ടുള്ള രീതി. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. മറ്റുള്ളവർക്ക് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ പടത്തിനെ കുറിച്ച് പറയാം. അതായത് ഒരു 80s 90s കാലഘട്ടങ്ങളിൽ കോട്ടയം ഏരിയയിൽ നടക്കുന്ന എന്താ പറയുക, രണ്ട് കൊലപാതകങ്ങളാണ് ഈ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഞാൻ ഈ പടത്തിനെക്കുറിച്ച് ഒന്നും അറിയാതെ, ഒരു റിവ്യൂ പോലും കേൾക്കാതെ, ഇതിനെക്കുറിച്ച് ഒന്നും ഒരു മുൻധാരണയില്ലാതെ പോയി കണ്ട പടമാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കാണിക്കുന്നത് ഒരു സസ്പെൻഡ് ആയിട്ടുള്ള പോലീസുകാരൻ റീജോയിൻ ചെയ്യാൻ വരുന്നു. സസ്പെൻഡ് ആവാൻ കാരണങ്ങളായിട്ടുള്ള കേസ് കാണിക്കുന്നു. അപ്പോൾ ആ കേസ് കാണിക്കുന്നു. ഇൻ്റർവെല്ലാകുമ്പോൾ അത് എൻഡാവാണ്. ആ കേസിനെ ആരാണ് കുറ്റവാളി, എന്തുകൊണ്ടാവുന്നു, അതിൻ്റെ ഒരു എൻഡ് വരുന്നു. അപ്പോൾ ഇനി എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഭയങ്കര സസ്പെൻസിങ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മളൊരു പിടിച്ചിരുത്തുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ സെക്കൻഡ് ഹാഫിൽ വേറെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസുകാരുടെ ഇമോഷണൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രൊഫഷണൽ ഇമോഷൻസ്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൂവിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന്, പോലീസ് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ്. കുറച്ച് ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീത് തട്ടിൽ വരുന്നുണ്ട്, ഇന്ദ്രൻസ് വരുന്നുണ്ട്, സിദ്ദിഖ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയില്ല, പഴയ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അച്ഛൻ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷമ്മി തിലകൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് സിനിമകൾ. എല്ലാവരെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നമ്മൾ പലപ്പോഴും കണ്ടു മറന്നിട്ടുള്ളതും നമുക്ക് റിലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന പല സിറ്റുവേഷനിലൂടെയും പടങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരു 80s അല്ലെങ്കിൽ 90s ഒരു കഥ രണ്ടാമത് റീബിൽഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അത് ആ പടത്തിനോട് പുലർത്തേണ്ട നീതി 80s 90s കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് വളരെ മനോഹരമായിട്ട് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചിലതൊക്കെ നമുക്ക് പുതുമയായിട്ട് തോന്നും. ഒരു CBI ഡയറി കുറിപ്പ് അല്ലെങ്കിൽ ഒരു CBI സീരീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ മമ്മൂട്ടിയുടെ, പല സിറ്റുവേഷൻസും നമുക്ക് ബന്ധപ്പെടുത്താൻ തോന്നുമെങ്കിലും ഇറ്റ്സ് ഓക്കെ ആണ്. ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ലാഗ് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ രണ്ട് ക്രൈമിലെയും സസ്പെൻസ് നിലനിർത്താനും അത് നമ്മളെ കൊണ്ട് ഊഹിക്കുന്നുണ്ടെങ്കിലും അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു വരുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഓരോ സിറ്റുവേഷനിലും ഒരു ക്യൂരിയോസിറ്റി നമുക്ക് നിലനിർത്താനും കാര്യങ്ങളിലൊക്കെ അവർക്ക് വളരെ മനോഹരമായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ തിയേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പടം ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം തിയേറ്റർ കാലിയായിരുന്നു. ഈവനിങ് ആകുമ്പോഴത്തേക്കും അത് ഫുള്ളായി വരുന്ന ഒരു അനുഭവം കൂടി നമുക്കതിനകത്ത് കാണാൻ പറ്റി. കാരണം ഇറ്റ്സ് ഗെറ്റിംഗ് എ പോസിറ്റീവ് റെസ്പോൺസ്. ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു, ആൾക്കാർ സ്വയം വരും. മറ്റുള്ള പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനുണ്ടാകുന്ന പ്രൊമോഷൻസും ബാക്കിയ കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പടം കാണണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയിട്ട് കാണണം. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല തിയേറ്ററിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് എഫക്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും ഈ പടം. പിന്നെ അതിൽ കാണിക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഹരിതാഭം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ മനോഹരമാണ്. ഓരോ ഷോർട്സും സ്ക്രീൻസും ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഭയങ്കര റബ്ബർ തോട്ടങ്ങളും, കോട്ടയം നിങ്ങൾക്ക് അറിയാമല്ലോ, കോട്ടയത്തിൻ്റെ ഭംഗി, ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഭംഗി അതിനകത്ത് വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ജീവിതങ്ങളും വീടുകളും അതൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മകളിലില്ല അതേപോലത്തെ വീടുകളൊക്കെ. നമ്മൾ കുറേ സിറ്റിയിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് അതേപോലത്തെ ഒരു സാഹചര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ കണ്ണിൽ മുന്നിൽ വന്ന് മറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ഇതൊരു തിയേറ്റർ വാച്ചാണ്.
പിന്നെ പലരും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇതൊരു പോസിറ്റീവ് മൂവി ആണ്. IMDb 8.9, ഐ തിങ്ക് 8.6 റിവ്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഒരു നല്ല കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കേസുകൾ അന്വേഷിച്ചിട്ടും സക്സസ് ആയിട്ടും അതിൻ്റെ മധുരം അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീമിൻ്റെ കഥയാണ്. അവർ അന്വേഷിക്കുന്ന രണ്ട് കേസുകളും പല കാരണങ്ങൾ കൊണ്ടും സക്സസ് ആണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് സിനിമ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.